ലയണൽ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എല്ലാം അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടും ഇപ്പോൾ നമ്മൾ ക്രിസ്ത്യാനോയെ പറ്റി പറയാറുണ്ട്, ഒരു നേട്ടം നേടിക്കഴിഞ്ഞാൽ സാധാരണ താരങ്ങൾക്ക് പിന്നെ ആ ഒരു ഹങ്കർ പോകും. പക്ഷേ ക്രിസ്ത്യാനോക്ക് അത് പോകാറില്ല, ഇനിയും 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 തോന്നാറുണ്ടെന്ന്. ശരിക്കും മെസ്സിക്കല്ലേ അത് ഇനിയും ഇനിയും എന്നുള്ളത്. ഇപ്പോൾ 8 ബാലൻഡ്യൂർ നേടിയ ആൾ 9ാമത്തെ ബാലൻഡ്യൂർ പോകുന്നു. സാധ്യത ഇവിടെ തെളിഞ്ഞു വരുന്നു. കാരണം നമ്മൾ വേൾഡ് കപ്പുകളിൽ നന്നായി കളിക്കുന്നവർക്ക് ബാലൻഡ്യൂർ കൊടുക്കുന്ന വേൾഡ് കപ്പ് ഇയറുകളിൽ സ്ഥിരമായിട്ട് കാണുന്നതാണ്. ലൂക്ക മോഡ്രിച്ചിന് കിട്ടിയതാണെങ്കിലും ഓരോ വർഷങ്ങൾ എടുത്ത് നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പം ഇനിയൊരു ബാലൻഡ്യൂർ വേൾഡ് കപ്പ് ഓൾറെഡി നേടിക്കഴിഞ്ഞ മനുഷ്യൻ ഇനിയൊരു വേൾഡ് കപ്പ് നേട്ടത്തിന് വേണ്ടി പോരാടുമ്പോൾ ആ ഹങ്കർ ഇപ്പോഴും അണഞ്ഞിട്ടില്ല. ഇതില്ലേ ഞാൻ കാണുന്ന പ്രധാന വ്യത്യാസം സാർ ക്രിസ്ത്യാനോയോട് പറഞ്ഞുകൊണ്ട് പറയാണ്, ക്രിസ്ത്യാനോയുടെ ഹങ്കർ എന്ന് പറയുന്നത് ഒന്നുകൂടി പേഴ്സണൽ ഗ്ലോറിക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് കൂടുതൽ തോന്നിയിട്ടുള്ളത്. അത് ടീമിന് വേണ്ടി. ഇപ്പം ടീമിനാണെങ്കിൽ നമ്മൾ ആക്ച്വലി എന്താ പറയുക, നമ്മളിപ്പോൾ ഈ വേൾഡ് കപ്പിൽ തന്നെ പോർച്ചുഗലിൻ്റെ പെർഫോമൻസ് വളരെ ഡിസപ്പോയിൻറ്റിങ് പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ അതിൽ ആക്ച്വലി ക്രിസ്ത്യാനോ റൊണാൾഡോ ആ ഒരു ടീമുമായി ബന്ധപ്പെട്ട് നല്ലൊരു ടീമായിട്ട് പോലും, നല്ല സ്ക്വാഡ് ഡെപ്തുള്ള ടീമായിട്ട് പോലും ആ ടീമായിട്ടൊരു ജെല്ലാവാൻ നല്ല രീതിയിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കളിക്കാൻ വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാനും ക്രിസ്ത്യാനോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ മെസ്സിയുടെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഹങ്കർ എന്ന് പറയുന്നത് അത് ടീമിന് ആവശ്യമുള്ള ടീമിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. അല്ല മെസ്സിക്ക് ഇപ്പം എനിക്ക് ഇങ്ങനെ ഒരു ബാലൻഡ്യൂർ വേണം, അല്ലെങ്കിൽ എനിക്കൊരു ഇത്രയും ഗോൾ അടിക്കണം എന്നുള്ള രീതിയല്ല. ടീം ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാവുന്നത് ആവശ്യപ്പെടുന്നത് ആ ടൈമില് മെസ്സി ഒരുമ്പിട്ട് ഇറങ്ങുകയാണ് എന്നുള്ളതാണ്. അത് നമ്മൾ കണ്ടുവരുന്നത് ഇപ്പൊ ഈ നോക്കൗട്ട് സ്റ്റേജിലൊക്കെ കണ്ട അതാണ്. ഇപ്പൊ മെസ്സിക്ക് അറിയാം, ഇപ്പൊ ടീമിന്റെ പരിമിതി അറിയാം, പ്ലേയേഴ്സ് ഞാനില്ല എന്നുണ്ടെങ്കിൽ ടീമിന്റെ ഗതി എന്താണെന്ന് മെസ്സിക്ക് അതിനെക്കുറിച്ച് വളരെ കോൺഷ്യസ് ആണ്. പക്ഷെ ആ ഒരു മെസ്സിയുടെ പ്രസൻസും മെസ്സിയുടെ ലീഡർഷിപ്പും ആക്ച്വലി മെസ്സി നൽകുന്ന എന്താ പറയുക മറ്റുള്ള ഈ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസും അതുവഴി മറ്റുള്ളവർക്ക് നൽകപ്പെടുന്ന ഒരു ഊർജ്ജമുണ്ട്. ആ ഊർജ്ജത്തിൽ നിന്നാണ് ഒരു ടീമായിട്ട് കളിക്കുന്നത് എന്നുള്ളതാണ്